അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഷേഖ് റിഫാഇ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നാം അത്ഭുതപ്പെട്ടു പോകും. കാരണം അത്രമാത്രം ജനസേവനം ചെയ്ത ആളായിരുന്നു ബഹുമാനപ്പെട്ട ഷേഖ് റിഫാഇ റളിയല്ലാഹു അൻഹു. തൻ്റെ കൊണ്ട് ആർക്കെല്ലാം എങ്ങനെയെല്ലാം സഹായങ്ങൾ സഹിക്കാൻ പറ്റുമോ, കണ്ണിന് കാഴ്ചയില്ലാത്തവർ, വയസ്സന്മാർ, അങ്ങനെ ഏതെല്ലാം രീതിയിൽ തന്നെ കൊണ്ട് ആർക്കെല്ലാം സഹിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം ബഹുമാനപ്പെട്ടവർ ചിന്തിച്ച് അവരെ കൂടെ ജീവിച്ച് നടന്ന ആളാണ് ഷേഖ് റിഫാഇ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരെ കുറിച്ച് പറയുന്നത് കാണാം. വകാന യഖ്റുജു ഇല ത്വരീഖ്, ബഹുമാനപ്പെട്ടവരുടെ സ്വഭാവമാണ് വഴിയിലേക്ക് ഇങ്ങനെ ഇറങ്ങും. എന്നിട്ടോ യന്തദിറുൽ ഉമ്മിയാന, എവിടെയെങ്കിലും കുരുടന്മാരുണ്ടോ എന്നിങ്ങനെ ബഹുമാനപ്പെട്ടവർ അന്വേഷിക്കും. എന്നിട്ടോ ഹത്താ ഇദാ ജാഉ യഖുദു ബിഅയ്ദിഹിം വയഖൂദുഹും, അങ്ങനെ കുരുടന്മാർ കണ്ടുപെട്ടാൽ ബഹുമാനപ്പെട്ടവർ ബജാറിലേക്ക്, അങ്ങാടിയിലേക്ക്, വഴിയിലേക്ക് ഇറങ്ങുമെന്ന് തന്നെ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണ്, എവിടെയെങ്കിലും കുരുടന്മാരുണ്ടോ എന്നിങ്ങനെ ബഹുമാനപ്പെട്ടവർ കരുതിയിരിക്കും. അപ്പോൾ എങ്ങനെയെങ്കിലും ആരെങ്കിലും കാണാൻ സാധിക്കുമല്ലോ. എന്നാൽ പിന്നീട് ബഹുമാനപ്പെട്ടവർ ആ കുരുടനെ വീട്ടിൽ എത്തിച്ചിട്ടല്ലാതെ അദ്ദേഹത്തിന് എന്തെല്ലാം ആവശ്യമാണോ ആ കുരുടൻ ആ അങ്ങാടിയിലേക്ക്, ആ ബജാറിലേക്ക് എന്തിനാണോ വന്നതോ അതെല്ലാം ബഹുമാനപ്പെട്ടവർ വേണ്ടതുപോലെ ആ കുരുടനിക്ക് സഹായങ്ങൾ സഹിച്ച് പിന്നെ ആ കുരുടനെ കൈ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടാക്കുന്ന സ്വഭാവമായിരുന്നു ബഹുമാനപ്പെട്ട ഷേഖ് റിഫാഇ റളിയല്ലാഹു അൻഹുവിൻ്റേതെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാം. നോക്ക്, എത്ര വലിയൊരു മഹാനാണ്, ആ മഹാനിൻ്റെ സ്വഭാവമാണ്. എന്നിട്ടോ ഷെയ്ഖൻ കബീറൻ യദ്ഹബു ഇലാ അഹ്ലി ഹാറതിഹി വയൂസ്വീഹിം അലൈഹിം, എന്നിട്ടോ ഇനി കുരുടന്മാർ കിട്ടിയില്ലെങ്കിലോ അതാ എവിടെയെങ്കിലും വയസ്സന്മാരുണ്ടാവും എന്ന് ബഹുമാനപ്പെട്ടവർ അന്വേഷിക്കും. ബഹുമാനപ്പെട്ടവർക്ക് ഏറെ ഇഷ്ടമാണ് വയസ്സന്മാരെ കൂടെ കൂടുക. കാരണം അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടാകുമല്ലോ, വേണ്ടതുപോലെ നടക്കാൻ കഴിയില്ല, വേണ്ടതുപോലെ അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് പോകാൻ കഴിയില്ല, അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടാകും. അപ്പോൾ അതിനെ കരുതി ബഹുമാനപ്പെട്ട ഷേഖ് റിഫാഇ റളിയല്ലാഹു അൻഹു ആ വയസ്സന്മാരെ കൂടെ ഇങ്ങനെ കൂടലാണ്. അവർക്ക് വേണ്ടി ഇങ്ങനെ സഹായങ്ങൾ അവിടുന്ന് ചെയ്തു കൊടുക്കലായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ സ്വഭാവമെന്ന് പഠിപ്പിക്കുന്നത് കാണാം. ബഹുമാനപ്പെട്ടവർ വയസ്സന്മാരെ ഇത്രമാത്രം സ്നേഹിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞൊരു മറുപടിയാണ് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അഖറബ ദാ ശൈബതൻ യഅനി മുസ്ലിമൻ സഖറല്ലാഹു ലഹു മൻ യുക്രിമഹു ഇൻദ ശൈബതിഹി. വലാത്തൊരു വാക്കാണ്. ഞാൻ ഇത്രമാത്രം വയസ്സന്മാരെ സ്നേഹിക്കുന്നതും ആദരിക്കുന്നതും അവരെ പരിഗണിക്കുന്നതും അവരെ സഹായിക്കാനുള്ള കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് എന്നെ പ്രേരിപ്പിച്ചതാണ്. എന്തേ എന്ന് പറഞ്ഞാൽ, അതായത് ഒരു ബാല്യക്കാരൻ ആരോഗ്യമുള്ള സമയത്ത് വയസ്സായവരെ ബഹുമാനിക്കുകയും പരിഗണിക്കുകയും ചെയ്താൽ ആ ബാല്യക്കാരന് പിന്നീട് വയസ്സാകുന്ന സമയത്ത് അവനെ നോക്കാനും അവനെ പരിഗണിക്കാനും ചില ആൾക്കാർ അല്ലാഹു ഇവിടെ നിയമിക്കുമെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാനും ഇനി വയസ്സാൻ പോവുകയാണല്ലോ, ആ സമയത്ത് എന്നെ ആര് നോക്കും എനിക്കറിയില്ലല്ലോ. ആ സമയത്ത് ഏതൊരു വയസ്സനും കൊതിക്കുന്നൊരു സമയമാണല്ലോ. അതേ, സഹിക്കാൻ ആരും ഉണ്ടാവില്ല, നമ്മുടെ ആവശ്യങ്ങൾ തീർക്കാൻ വളരെ കഷ്ടപ്പാടുപെടുന്ന ഒരു സമയമായിരിക്കുമല്ലോ. എല്ലാവരും നമുക്ക് ആരോഗ്യമുള്ള സമയത്ത്, പണമുള്ള സമയത്ത് നമ്മളെ കൂടെയുള്ളവരൊക്കെയും വിട്ടുപോകുന്നൊരു സമയമാണ് നാം വയസ്സായി അതേ വീട്ടിൽ കുത്തിരിക്കുന്ന സമയത്ത്. ആ സമയത്ത് ചിലപ്പോൾ നല്ല മക്കളല്ലെങ്കിൽ, നല്ല കുടുംബം അല്ലെങ്കിൽ അവർ പോലും നമ്മെ വെറുക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് സഹിക്കാൻ ചില ആൾക്കാർ വേണമെങ്കിൽ, അതേ നമ്മളെ മക്കൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാകണമെങ്കിൽ, നമ്മുടെ കൂട്ടുകാർക്ക്, നാമുമായി ബന്ധപ്പെട്ടവർക്ക് നമ്മെ സഹിക്കണം, നമ്മെ നോക്കണം, നമ്മെ പരിഗണിക്കണമെന്ന് അവർക്ക് തോന്നണമെങ്കിൽ ഇന്ന്
നീ വയസ്സന്മാരെ സഹിക്കുന്നവനാകണം, അവരെ പരിഗണിക്കുന്നവനാകണം, അവരെ നോക്കുന്നവനാകണമെന്ന് മുത്തലിബ് പറഞ്ഞ ആ ഹദീസാണ് എന്നെ ഇത്രമാത്രം പ്രേരിപ്പിച്ചിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫാഇ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നത് കാണാം. ഇതാണ് മഹാന്മാരുടെ ജീവിതം. അതേ, അവർ ഇബാദത്തുള്ളവരാണ്. അതിനേക്കാൾ ഏറെ അവരുടെ ജീവിതത്തിൽ ഇത്തരത്തുള്ള നല്ല പ്രവർത്തനങ്ങളാണെന്ന് വളരെ ഒന്നും കൂടി നാം വായിക്കേണ്ട ഒരു വിഷയമാണ്. പലപ്പോഴും നമുക്ക് ഇല്ലാതെയായി പോകുന്നത് അത് തന്നെയാണ്. അതുള്ള മഹാന്മാരുടെ ജീവിതം കൊണ്ട് നാം കണ്ടുപഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം അവൻ റാഹത്താക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.